ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ഒരു രോമത്തിന് പോലും ഒരു കുറവ് പോലും സംഭവിക്കാതെ, ഒരു കരിച്ചിലും ഇല്ലാതെ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, എൻ്റെ ഇബ്രാഹിമിന് വേണ്ടി തീയെ തണുപ്പായി മാറണമെന്ന് ഏതൊരു പടച്ചവനാണോ തീയിനോട് പറഞ്ഞത്, ആ പടച്ചവന്റെ ഖുദ്റത്തിൽ വിശ്വാസമുള്ള വിശ്വാസികൾക്ക് ഷജറത്തു സഖൂം തീയിൽ വളരാൻ കഴിയുമെന്നറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വായുവിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, രാവിലെ യാത്ര ചെയ്ത് ഉച്ചക്ക് തിരിച്ചു വരുമ്പോഴേക്കും 4000 കിലോമീറ്ററുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു പേടകത്തിന്റെ സഹായമില്ലാതെ വായുവിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തെ ദൂരം എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ആണ് ഏകദേശം. രാവിലത്തെ ഒരു യാത്ര തിരിച്ചു വരുന്നതും കൂടെ കൂട്ടിയാൽ 2 മാസത്തെ യാത്രയാണ് 4000 കിലോമീറ്ററുകൾ. ആര് യാത്ര ചെയ്തു? സുലൈമാൻ ഇബ്നു ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റസൂലിനെ മിഅ്റാജ് കൊണ്ടുപോയത് എന്തേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം? സുലൈമാൻ നബി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ചോദിച്ചത്, അയ്യുക്കും, ആർക്ക് സാധിക്കും, യഅ്തീനി ബിഅർശിഹാ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം, ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, എൻ്റെ മുമ്പിലേക്ക് വിശ്വാസികളായി അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ആർക്കാണോ, ജിന്നുകളെ, മനുഷ്യരെ, തൻ്റെ അനുയായികളോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ജെറൂസലേമിൽ വെച്ച് ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കിടക്കുന്ന സിംഹാസനം എൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയുന്നത്? ഖാല ഇഫ്രീതും മിനൽ ജിൻ, എ ജയന്റ് ഗോസ്റ്റ്, ജിന്നുകളിൽ, ഭൂതങ്ങളിൽ അതികായനായ അതിശക്തനായ ഒരു ജിന്ന് പറഞ്ഞു, ഒരു ശൈത്താൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, 2000 അതിലേറെയോ 2500 കിലോമീറ്റർ ദൂരമുള്ള സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന യമനിലെ സബയിൽ നിന്ന് ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഫലസ്തീനിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബി എന്തു പറഞ്ഞു? പറ്റില്ല, വേഗം വേണം. وقال الذي عنده علم من الكتاب, പരിശുദ്ധമായ കിതാബിന്റെ വിവരമുണ്ടായിരുന്ന ആസഫ് ഇബ്നു ബർഖിയ